ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഷുഡ് ബി ലീനിയർ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കണം. അതുപോലെ സ്ലോപ്പ് ഓഫ് ദി ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് മസ്റ്റ് ബി നെഗറ്റീവ്. അതുപോലെ ക്യാരക്ടറിസ്റ്റിക് മസ്റ്റ് ബി പാരലൽ ടു വൺ അനദർ ഫോർ വേരിയസ് വാല്യൂസ് ഓഫ് ദി കൺട്രോൾ വോൾട്ടേജ് അപ്ലൈഡ്. അല്ലേ, ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു കർവും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അല്ലേ. നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് എ സി സെർവോ മോട്ടോർ. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ സി സെർവോ മോട്ടോർസ്? അപ്പം ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് എ സി സെർവോ മോട്ടോർ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് എ സി സെർവോ മോട്ടോർസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ലൈറ്റ് ഇൻ വെയിറ്റ് ഫോർ ക്വിക്ക് റെസ്പോൺസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എ സി സെർവോ മോട്ടർ ആയാലും ഡി സി സെർവോ മോട്ടർ ആയാലും ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഡി സി സെർവോ മോട്ടറിൽ നമ്മൾ പറഞ്ഞെന്താണ് അതിൻ്റെ റേഡിയസ് കുറച്ച് അതിൻ്റെ ലെങ്ത് കൂട്ടിയ രീതിയിലായിരിക്കും കൺസ്ട്രക്ഷൻ ഉണ്ടാവുക. സിമിലർലി എന്താണ് ഫോർ എ സിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ് X/R റേഷ്യോ കുറച്ച് റോട്ടർ റെസിസ്റ്റൻസ് ഹയർ ആവുന്ന രീതിയിലൊക്കെ ആയിരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ടാവുക. അപ്പോൾ അതായത് മോട്ടോർ കൺസ്ട്രക്ഷനിൽ there are some special features other than normal AC motors അല്ലെങ്കിൽ DC motors അല്ലേ. ദാറ്റ്സ് വൈ എന്താണ് ലൈറ്റ് ഇൻ വെയിറ്റ് അതുപോലെ റോബസ്റ്റ് ഇൻ കൺസ്ട്രക്ഷൻ. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് ഇറ്റ്സ് റിലയബിൾ ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഈസ് സ്റ്റേബിൾ ഇൻ നേച്ചർ. റിലയബിൾ ആണ് സ്റ്റേബിൾ ഇൻ നേച്ചർ. സ്മൂത്ത് ആൻഡ് നോയിസ് ഫ്രീ ഓപ്പറേഷൻ അല്ലേ. സ്മൂത്താണ്, നോയിസ് ഫ്രീ, കാരണം ഗിയർ മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഹൈ ടോർക്കിന് വേണ്ടിയിട്ട് മോട്ടർ ഹൈ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഗിയർ മെക്കാനിസംസ് ഉള്ളതുകൊണ്ട് അതുവഴി നമുക്ക് ടോർക്ക് ഇൻക്രീസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഓവറോൾ എന്താണ് സ്മൂത്ത് ആൻഡ് നോയിസ് ഫ്രീ ഓപ്പറേഷൻ ആയിരിക്കും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ല അല്ലേ, പെർട്ടിക്കുലർ ഡിഗ്രി മാത്രമേ നമ്മുടെ റോട്ടർ ഷാഫ്റ്റ് മൂവ് ചെയ്യുന്നുള്ളൂ. ദാറ്റ്സ് വൈ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് നോയിസ് ഫ്രീ ആൻഡ് ദ ഓപ്പറേഷൻ ഈസ് സ്മൂത്ത്. ലാർജ് ടോക്ക്. അതുപോലെ വേറെ റീസൺ എന്താണ് സ്മൂത്ത് ആവാനുള്ളത്? ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടല്ലേ, ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോളിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടും സ്മൂത്ത് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് ലാർജ് ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ. ലാർജ് ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ. എന്താണ് ലാർജ് ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ മീൻസ്? ടോർക്ക് ബൈ വെയിറ്റ്. ആ ഒരു റേഷ്യോ എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ദാറ്റ് മീൻസ് ചെറിയൊരു സൈസുള്ള മോട്ടർ തന്നെ ലാർജ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് എ സി സെർവോ മോട്ടറിൻ്റെ വേറെ അഡ്വാൻറ്റേജ്. ലാർജ് റെസിസ്റ്റൻസ് ടു റിയാക്ടൻസ് റേഷ്യോ. ദാറ്റ് ഈസ് എന്താണ് X/R റേഷ്യോ. നേരെ തിരിച്ച് വരുമ്പോൾ R/X റേഷ്യോ തിരിച്ചായിരിക്കും, കാരണം റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ട്. അതിലിങ്ങനെ പറഞ്ഞാൽ മതി, സ്മോൾ X/R റേഷ്യോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നോ ബ്രഷസ് ഓർ സ്ലിപ്പ് റിങ്സ് ആർ റിക്വയർഡ്, ഹെൻസ് ദ മെയിൻ്റനൻസ് ഫ്രീ. നമ്മൾ ബ്രഷസും സ്ലിപ്പ് റിങ്സും ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എന്താണിത് മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഡ്രൈവിംഗ് സർക്യൂട്ട്സ് ആർ സിമ്പിൾ ടു ഡിസൈൻ. സിമ്പിൾ ഡ്രൈവിംഗ് സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ദ നെഗറ്റീവ് സ്ലോപ്പ് ഓഫ് ദി ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ആഡ്സ് മോർ ഫ്രിക്ഷൻ, improving the damping. This improves the stability of the motor. This feature is called internal electric damping of two-phase AC servo motor. അപ്പോൾ എന്താണ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് എ സി സെർവോ മോട്ടോർ. ഓക്കെ, അപ്പോൾ ഇനി അഡ്വാൻറ്റേജസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒരു 360 ഡിഗ്രി അല്ലെങ്കിൽ 270 ഡിഗ്രി ഒരു പെർട്ടിക്കുലർ ഡിഗ്രി കൺട്രോൾ പറ്റും, അല്ലെങ്കിൽ എന്താണ് സഡനായിട്ട് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ എ സി സെർവോ മോട്ടോറിൻ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഇതിനൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. എന്താണ് ഇതാണ് നമ്മുടെ സെറ്റ് വാല്യൂ. അപ്പോൾ സെറ്റ് വാല്യൂ എന്തായിരിക്കും? 200 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് വിത്ത് ഒരു സർട്ടൈൻ സ്പീഡ്. ഇത്ര സ്പീഡ് പെർ റെവല്യൂഷൻ, അതായത് സർട്ടൈൻ സ്പീഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സ്പീഡ് കൂടി കൊടുക്കും അല്ലേ. ഇതായിരിക്കും നമ്മുടെ സെറ്റ് വാല്യൂ. അപ്പോൾ എന്താ സംഭവിക്കാം? എറർ ഡിറ്റക്ടർ ഉണ്ടാവും. എറർ ഡിറ്റക്ടർ എപ്പോഴും എന്താണ് നമ്മുടെ ക്ലോസ് ലൂപ്പ് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ കൺട്രോൾ വൈൻഡിങ് ഉണ്ട്, അതിൻ്റെ
ഫീഡ്ബാക്ക് സിഗ്നൽ എടുത്തിട്ട് ഈ എറർ ഡിറ്റക്ടറിൽ കൊടുക്കും. അപ്പോൾ എറർ ഡിറ്റക്ടർ എന്താ ചെയ്യുന്നത്, നമ്മൾ കൊടുത്ത സിഗ്നലും നമ്മുടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെയും ഡിഫറൻസ്, ആ എറർ കണ്ടുപിടിക്കും. ആ എറർ വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് കൺട്രോളറിന് കൊടുത്ത് അതിന് ഈ കൺട്രോളറായിരിക്കും എന്ത്, എറർ ആംപ്ലിഫയറും കൺട്രോളറും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എറർ സിഗ്നലായിരിക്കും നമ്മൾ കൺട്രോളറിൽ കൊടുക്കുക. ബേസ്ഡ് ഓൺ ദാറ്റ് എറർ സിഗ്നൽ കൺട്രോളർ പ്രൊഡ്യൂസ് റിക്വയർഡ് സ്വിച്ചിങ് പൾസസ് ടു ഡ്രൈവ് ദി സർക്യൂട്ട്, അല്ലെങ്കിൽ റിക്വയർഡ് കൺട്രോൾ സിഗ്നൽസ് അല്ലേ. അതാണ് ഡ്രൈവർ സർക്യൂട്ട്. ഡ്രൈവർ സർക്യൂട്ടിൽ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, കൺട്രോൾ വൈൻഡിങ്ങിലേക്ക് കൊടുത്തു. ഇവിടെ നമ്മുടെ റെഫറൻസ് വൈൻഡിങ് ഉണ്ട്. ഇതാണ് നമ്മുടെ റോട്ടർ, ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് അല്ലേ. അപ്പോൾ കൺട്രോൾ വൈൻഡിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യും. അപ്പം AC സെർവോ മോട്ടോറിൻ്റെ കൺട്രോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക. കാരണം ഇതിൽ റെഫറൻസ് വൈൻഡിങ്ങും കൺട്രോൾ വൈൻഡിങ്ങും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് എടുത്ത് എറർ സിഗ്നൽ അല്ലെങ്കിൽ കൺട്രോളിങ് സിഗ്നൽസ് കൊടുക്കുന്നത് ഒരു ഡ്രൈവർ സർക്യൂട്ട് വഴി കൺട്രോൾ വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം AC സെർവോ മോട്ടോറിൽ കൺട്രോൾ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഇനി സ്പീഡ് ടോർക്ക് ക്യാരയുടെ കുറച്ച് പോയിൻ്റാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് AC സെർവോ മോട്ടോർ. അത് ചില സമയത്ത് ചോദിക്കാറുണ്ട്, കമ്പയർ ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് AC സെർവോ മോട്ടോർ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇത് നോക്കുക, ഈ ഒരു ഗ്രാഫിൽ നോക്കുക. ഇതാണ് ടോർക്കാണ് കാണിച്ചിരിക്കുന്നത്, ഇതാണ് സ്പീഡ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒരു സെർവോ മോട്ടറിൻ്റെ, ഒരു AC സെർവോ മോട്ടറിൻ്റെ മേജർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലീനിയർ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഓൾസോ നെഗറ്റീവ് അല്ലേ. നെഗറ്റീവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ലീനിയറായ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഒരു AC സെർവോ മോട്ടറിന് ഉണ്ടാവാം. നേരെ മറിച്ച് ഇൻഡക്ഷൻ മോട്ടറിന് എങ്ങനെയുള്ളത്, ഉണ്ടാവുക, നോർമൽ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് ടോർക്ക് കർവാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് നോർമൽ ഇൻഡക്ഷൻ മോട്ടർ സ്പീഡ് ടോർക്ക് കർവ് ലീനിയർ ആയിരിക്കില്ല. ഇനി ലീനിയർ ആക്കാൻ പറ്റും എങ്ങനെ, അതിൻ്റെ X/R റേഷ്യോ X/R റേഷ്യോ കുറച്ച്, അതായത് റോട്ടർ റെസിസ്റ്റൻസ് കൂടുമ്പോൾ X/R റേഷ്യോ കുറയും. അപ്പോൾ X/R റേഷ്യോ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു കർവിനെ ഈ രീതിയിൽ സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ വിത്ത് ടോർക്ക് സ്പീഡ് കർവ് ഇല്ലെങ്കിൽ എന്താ ചോദിക്കാം, കമ്പയർ AC സെർവോ മോട്ടോർ ആൻഡ് ഇൻഡക്ഷൻ മോട്ടോർ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ടോർക്ക് സ്പീഡ് കർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതാം. ഇല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ AC സെർവോ മോട്ടോർ ആൻഡ് നോർമൽ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ടോർക്ക് സ്പീഡ് കർവ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറെ പോയിന്റ് നോക്കി, രണ്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് ടോർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. സ്പീഡ് 0 ആവുന്ന സമയത്താണ് സ്റ്റാർട്ടിംഗ് ടോർക്ക്, അത് രണ്ടും സെയിം ആണ്. ബട്ട് എന്താണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇനീഷ്യലി ഈ ഒരു ഇത് ഫസ്റ്റ് ഈ ഒരു പോയിന്റ് ഇതായിരിക്കും നമ്മുടെ സെർവോ മോട്ടറിൻ്റെ റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് ടോർക്ക്. സെക്കൻഡ് ഗ്രാഫ് ഇതാണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കർവ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. ഇനി ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഓഫ് AC സെർവോ മോട്ടോർ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ, ടോർക്കും സ്പീഡും തമ്മിലുള്ള. The speed torque characteristics of servo motor is very important for its performance in a servo system. The shape of these characteristics largely depends on the value of rotor resistance. ഞാൻ ഓൾറെഡി പറഞ്ഞു റോട്ടോർ റെസിസ്റ്റൻസിന് എന്താണ് ലാർജ്ലി ഡിപ്പെൻസ്, മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് നോക്കുക, R5, R4, R3, R2, R1 അല്ലേ. അപ്പോൾ ഏറ്റവും ഹൈ റെസിസ്റ്റൻസ് എന്താണ്, R5 ആണ്. അപ്പോൾ R1 ആണ് ഏറ്റവും ലോവസ്റ്റ് റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഈ കർവ് R1ൻ്റെ കർവ് നോക്കുക, എന്താണ് ഈ ഒരു ഷേപ്പിലൊക്കെയാണ് വരുന്നത്. ഇനി R2 ഇത് വന്ന് ഇനി R3യിലേക്ക് വരുമ്പോൾ നോക്കുക, ഓൾമോസ്റ്റ് ലീനിയർ അല്ലേ. R5ലേക്ക് വരുമ്പോൾ there should be a linear relation between torque and speed അല്ലേ. ഇപ്പോൾ NS ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഒരു ജസ്റ്റ് മാർക്ക് ചെയ്തെന്ന് മാത്രം. അതായത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോർക്ക് സ്പീഡ് ക്യാരയുടെ ചേഞ്ചസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതെന്താണ് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് AC സെർവോ മോട്ടോർ ഫോർ വേരിയസ് കൺട്രോൾ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ്സ് അല്ലേ. ഓരോ കൺട്രോൾ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ്സിലുള്ള ടോർക്ക് സ്പീഡ് ക്യാരിയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോ സ്പീഡ് ഇപ്പം
N1 ആണ് ഏറ്റവും ചെറിയ സ്പീഡ് കാണിച്ചിരിക്കുന്നത്, N2 അതിലും കൂടുതലാണ്, N3 കൂടുതലാണ് അല്ലേ. ഈ കാണിച്ചിരിക്കുന്നത് കൺട്രോൾ വൈൻഡിങ് വോൾട്ടേജ് അല്ലേ. അതായത് കൺട്രോൾ വൈൻഡിങ് വോൾട്ടേജ് ഹയർ, ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ വൈൻഡിങ് വോൾട്ടേജിൽ കൂട്ടുന്നതനുസരിച്ചിട്ട് അല്ല, ഇങ്ങനെയല്ലേ റിലേഷൻ വരുന്നത്. കൺട്രോൾ വൈൻഡിങ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് സ്പീഡും ടോർക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. സ്പീഡും അല്ല, ഇങ്ങോട്ട് ഈ കർവ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ദാറ്റ് മീൻസ് എന്താണ്, കൺട്രോൾ വൈൻഡിങ്ങിലെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ടോർക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സിമിലർലി സ്പീഡും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സ്പീഡ് ചേഞ്ച് ഇതിൽ കാണിക്കുന്നില്ല, ഇതിൽ കാണിച്ചിരിക്കുന്നത് ടോർക്കിൻ്റെ ചേഞ്ചാണ്, ബട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കൺട്രോൾ വൈൻഡിങ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇങ്ങോട്ടല്ല, ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ടോർക്കും ഇൻക്രീസ് ചെയ്ത് മുകളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി വരുന്നത് നിങ്ങളുടെ സിലബസിലുള്ളത് ഡാംപ്ഡ് AC സെർവോ മോട്ടോർ എന്നാണ്. അപ്പോൾ ആക്ച്വലി ഡാംപ്ഡ് AC സെർവോ മോട്ടോർ മീൻസ് അൻ AC സെർവോ മോട്ടോർ പ്രൊവൈഡഡ് വിത്ത് ഡാമ്പിങ്. ഇതിനാണ് സിമ്പിളായിട്ട് ഡാംപ്ഡ് AC സെർവോ മോട്ടോർ എന്ന് പറയുന്നത്. അതായത് ഡാമ്പിങ് മീൻസ് എന്താണ്, നമ്മൾ പറഞ്ഞു സെർവോ മോട്ടറാണ്, ആക്യുറേറ്റ് പൊസിഷൻ കൺട്രോൾ ആപ്ലിക്കേഷൻസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കില്ല, അവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്ത് കളിക്കും അല്ലേ. ആ ഒരു പൊസിഷനിൽ നിന്ന് ചെറിയൊരു ഓസിലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഓസിലേഷൻസിനെ സപ്രസ് ചെയ്യുന്ന എന്താണ് ഡിവൈസസിനെയാണ് അല്ലെങ്കിൽ ഡാമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള എക്യുപ്മെൻറ്റിനാണ് നമ്മൾ, ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് ഡാമ്പിങ്. അപ്പം നോക്കാം, ഡാംപ്ഡ് AC സെർവോ മോട്ടോർ. ഓക്കെ, അപ്പോൾ ദ സെർവോ മോട്ടോർ മസ്റ്റ് റെസ്പോണ്ട് റാപ്പിഡ്ലി ടു ദ ചേഞ്ച് ഇൻ കൺട്രോൾ വോൾട്ടേജ് അല്ല. നമ്മൾ പറഞ്ഞു കൺട്രോൾ വോൾട്ടേജിൽ ഒരു ചേഞ്ച് കൊടുക്കുമ്പോൾ സെർവോ മോട്ടർ സഡൻ ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യണം അല്ലേ. ക്വിക്ക് റെസ്പോൺസ് ആണ് സെർവോ മോട്ടറിൻ്റെ വേറൊരു പ്രത്യേകത. ദ മോട്ടോർ മസ്റ്റ് ബി സ്റ്റേബിൾ, ഇറ്റ് മസ്റ്റ് നോട്ട് ഓസിലേറ്റ് ഓർ ഓവർഷൂട്ട്. ഓസിലേറ്റ് ചെയ്യാനോ ഓവർഷൂട്ട് ചെയ്യാനോ പാടില്ല. ഓവർഷൂട്ട് ഈസ് മിനിമൈസ്ഡ് ആൻഡ് സ്റ്റെബിലിറ്റി ഈസ് അച്ചീവ്ഡ് യൂസിങ് എ ഡാമ്പിങ് ഓർ റിട്ടാർഡിങ് ടോർക്ക് ദാറ്റ് ഈസ് ഇൻക്രീസസ് ദി റൊട്ടേഷണൽ സ്പീഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓവർഷൂട്ട് മിനിമൈസ് ചെയ്യാനും സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഡാമ്പിങ് ഒരു AC സെർവോ മോട്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ഡാമ്പിങ് ആണുള്ളത്: ഇൻറ്റേർണൽ ഡാമ്പിങ്, വിസ്കസ് ഡാമ്പിങ്, ഇനേർഷ്യൽ ഡാമ്പിങ്. ഇൻറ്റേർണൽ ഡാമ്പിങ്, വിസ്കസ് ഡാമ്പിങ്, ഇനേർഷ്യൽ ഡാമ്പിങ്. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നും എന്താണെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റേർണൽ ഡാമ്പിങ് എന്താണ്? ഒരു സെർവോ മോട്ടറിൽ ഇൻറ്റേർണലി ഉള്ള ഡാമ്പിങ് ആണ് അതിൻ്റെ ഇൻറ്റേർണൽ ഡാമ്പിങ് പറയുന്നത്. ഓക്കെ, നോക്കാം. Suppose the motor develops the same torque at all speed as shown by curve A. ഒരു കർവ് കാണിച്ചു തരാം. ഇതാണ് കർവ് A, ഇതാണ് കർവ് B. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ കർവ് A എന്താണ്? ടോർക്കിൻ്റെ കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഒരു പെർട്ടിക്കുലർ ടോർക്ക്, ഇപ്പോൾ ഒരു 10 Nm ടോർക്കിൽ ഉണ്ടാകുന്ന സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ടോർക്ക് സ്പീഡ് കർവാണ്. അതായത് ടോർക്ക് കോൺസ്റ്റൻ്റ് ആണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴും. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മുടെ കർവ് A കാണിച്ചിരിക്കുന്നത്. കർവ് B നോക്കുക, എന്താണ്? ഇനീഷ്യലി RPM ഹയർ ആയിരിക്കുന്ന സമയത്ത്, RPM ഹയർ ആയിരിക്കുമ്പോൾ ടോർക്ക് മിനിമമാണ്, അല്ലെങ്കിൽ സ്പീഡ് കുറയുന്നതനുസരിച്ചിട്ട് ടോർക്ക് കൂടുകയാണ്. അപ്പോൾ ആക്ച്വലി ഇതല്ലേ സ്റ്റാർട്ടിങ് ടോർക്ക് അല്ലേ. ഇതാണ് സ്പീഡ് 0 ആയ കണ്ടീഷനാണിത് അല്ലേ. ഇവിടെ RPMൻ്റെ കർവ്. അപ്പോൾ സ്പീഡ് 0 ആകുമ്പം മാക്സിമം ടോർക്ക്. നമ്മൾ നോർമൽ എല്ലാ മോട്ടോഴ്സും അങ്ങനെയാണ് അല്ലേ. 0 ഇനീഷ്യൽ പൊസിഷനിലാണ് അതിന് ഏറ്റവും കൂടുതൽ ടോർക്ക് അപ്ലൈ ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ് ടോർക്ക് അല്ലേ. അപ്പോൾ നോക്കാം എന്താ പറയുന്നത് നോക്കാം. In this case, when the motor is given a starting signal, it starts at a very high speed that would carry away the motor and its connected load. So the system has to reduce the control voltage to 0 to prevent the motor from running away. എന്താ പറഞ്ഞത്? അതായത് നമ്മൾ ഓൾറെഡി കാണിച്ച ഗ്രാഫിൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടോർക്കും സ്പീഡും തമ്മിലുള്ള കർവ് പോകുന്നത്. അപ്പം വെൻ ദ മോട്ടോർ ഈസ് ഗിവിങ് സ്റ്റാർട്ടിങ് സിഗ്നൽ, നമ്മളൊരു സ്റ്റാർട്ടിങ് സിഗ്നൽ കൊടുക്കുമ്പം തന്നെ അതിലൊരു ഹൈ ടോർക്ക് ഉണ്ടാവും അല്ലേ. ഹൈ ടോർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്പീഡ് എല്ലാ സ്പീഡിലും അതിന് ഹൈ ടോർക്ക് ഉണ്ടാവും. അപ്പോൾ ടോർക്ക് കൂടുന്നതനുസരിച്ചിട്ട് സ്പീഡ് കൂടി വരും. അതാ പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വെരി ഹൈ സ്പീഡ് ദാറ്റ് വുഡ് ക്യാരി എവേ ദ മോട്ടോർ ആൻഡ് ഈസ് കണക്റ്റഡ് ലോഡ്.
അതായത് നമ്മളൊരു സിഗ്നൽ കൊടുത്ത പാടെ എന്ത് പറ്റും, ഒരു ചെറിയ ടോർക്ക് കൊടുത്ത പാടെ നമ്മുടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ബട്ട് അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് പോകും. അതായത് ഇൻഫിനിറ്റിയിലേക്ക് പോകും, അതായത് ഹൈ സ്പീഡിലേക്ക് പോകും. അപ്പം സോ ദ സിസ്റ്റം ഹാസ് ടു റെഡ്യൂസ് ദി കൺട്രോൾ വോൾട്ടേജ്. അപ്പോൾ അങ്ങനെ പോകുമ്പം സിസ്റ്റത്തിന് എന്ത് ചെയ്യണം, കൺട്രോൾ വോൾട്ടേജ് കുറച്ചുകൊണ്ട് നമ്മുടെ ടോർക്ക് റെഡ്യൂസ് ചെയ്തിട്ട് സ്പീഡ് ലിമിറ്റ് ചെയ്യണം അല്ലേ. പ്രിവെൻറ്റ് ദ മോട്ടോർ ഫ്രം റണ്ണിങ് എവേ, അല്ലെങ്കിൽ മോട്ടർ കൺട്രോൾ വിട്ട് പോകും. Suppose the speed torque characteristics of the servo motor is shown by curve B. Curve B നമ്മൾ ഓൾറെഡി പറഞ്ഞു, curve B ഇങ്ങനെയുള്ളത് അല്ലേ. ഇൻ ദിസ് കേസ് ദ മെഷീൻ സ്റ്റാർട്ട്സ് വിത്ത് സ്പീഡ് ഇൻ സേഫ് ലിമിറ്റ് അല്ലേ. നമ്മൾ ടോർക്ക് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ടോർക്കിലൊക്കെ ഇതിൻ്റെ സ്പീഡ് ഓൾമോസ്റ്റ് 0 ആണ്. അപ്പോൾ ചെറിയൊരു സ്പീഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗ്രാജുവലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. ദിസ് ഈസ് ഡ്യൂ ടു ഇൻറ്റേർണൽ ഓർ ഇൻഹറൻറ്റ് ഡാമ്പിങ്. അപ്പം നമ്മുടെ സെർവോ മോട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻഹറൻറ്റ് ഡാമ്പിങ് ഉണ്ട്. അതായത് കൺട്രോൾ വോൾട്ടേജും ടോർക്കും ഒക്കെ റിലേറ്റ് ചെയ്യുന്നൊരു അതിൻ്റെ സർക്യൂട്ടിൽ തന്നെ വരുന്ന ഡാമ്പിങ്, അതായത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കൺട്രോൾ. അതായത് ഇനീഷ്യലി എന്തായിരിക്കും, ടോർക്ക് ഹയർ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ സ്പീഡ് മിനിമം ആയിരിക്കും ഉണ്ടാവുക. സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ ടോർക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഇൻറ്റേർണലി അതിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ട് ആ ഒരു സെർവോ മോട്ടറിൽ ഉണ്ടാവുന്ന ഫീച്ചറാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഇൻറ്റേർണൽ ഡാമ്പിങ്. ഓക്കെ, അടുത്ത് വരുന്നത് വിസ്കസ് ഡാമ്പിങ്. എന്താണ് വിസ്കസ് ഡാമ്പിങ് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഡാമ്പിങ് എ വിസ്കസ് ഡാമ്പർ ഈസ് യൂസ്ഡ്. ദിസ് വിസ്കസ് ഡാമ്പർ ഈസ് യൂഷ്വലി എ ഡ്രാഗ് അപ്പ് ജനറേറ്റർ operating in constant field by permanent magnet. In this the voltage induced in the drag cap is directly proportional to speed. അതായത് വിസ്കസ് ഡാമ്പിങ് രണ്ട് തരത്തിലുണ്ട്. ഒന്നുകിൽ നമ്മൾ പഠിച്ച എന്താണ് ഫ്ലൂയിഡിൽ നമ്മളൊരു ഷാഫ്റ്റ് വെച്ചിട്ട് ആ ഒരു ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി കാരണം ഒരു ഡാമ്പിങ്, അതിപ്പോൾ മെക്കാനിക്കൽ മോഷൻസ് ഉള്ളതിനൊക്കെ അങ്ങനെ യൂസ് ചെയ്യാറുണ്ടല്ലോ. വിസ്കസ് ഡാമ്പിങ് ഓൾറെഡി പഠിച്ചാണ്. ഇവിടെ പറയുന്നത് വിസ്കസ് ഡാമ്പിങ്ങിന് പകരം നമ്മുടെ സെർവോ മോട്ടറിൻ്റെ ഷാഫ്റ്റുമായിട്ട് ഒരു ഡ്രാഗ് കപ്പ്, സെർവോ മോട്ടർ നമ്മൾ പഠിച്ചില്ലേ, ഡ്രാഗ് കപ്പ് മോട്ടർ പോലത്തെ ഒരു മോട്ടർ കണക്ട് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ സെർവോ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു ഇലക്ട്രിക്കൽ ഡാമ്പിങ് ഇതിൽ കൊടുത്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ സെർവോ മോട്ടർ സ്റ്റോപ്പ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ ഒരു എനർജി പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ട് അതിനെന്തുണ്ടാവും, ഒരു ഓപ്പോസിഷൻ ഉണ്ടാവും. അതായത് റോട്ടറിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജനറേറ്റർ, നമ്മൾ ഏതൊരു ജനറേറ്ററും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്താണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്പീഡ് കുറയില്ലേ, അതാണ് പറയുന്നത്. വായിച്ചു നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഡാമ്പിങ് വിസ്കസ് ഡാമ്പർ ഈസ് യൂസ്ഡ്. ദ വിസ്കസ് ഡാമ്പർ ഈസ് യൂഷ്വലി എ ഡ്രാഗ് അപ്പ് ജനറേറ്റർ, ഒരു ജനറേറ്ററാണ് അല്ലേ. ഓപ്പറേറ്റിംഗ് ഇൻ കോൺസ്റ്റൻറ്റ് ഫീൽഡ് ബൈ പെർമനൻറ്റ് മാഗ്നറ്റ്, അതിനൊരു പെർമനൻറ്റ് മാഗ്നറ്റ് ഫീൽഡൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇൻ ദിസ് ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഡ്രാഗ് കപ്പ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്പീഡ്. അതായത് വോൾട്ടേജ് ഡ്രാഗ് കപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF പ്രൊപ്പോർഷണൽ ടു ദി സ്പീഡ് ആയിരിക്കും. ദസ് റിട്ടാർഡിംഗ് ടോർക്ക് ഡെവലപ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്പീഡ് ആൻഡ് എനർജി അബ്സോർബ്ഡ് ബൈ ദ ഡാമ്പർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി സ്പീഡ് അല്ലേ. ദിസ് കൈൻഡ് ഓഫ് ഡാമ്പിങ് ഈസ് കോൾഡ് വിസ്കസ് ഡാമ്പിങ് ആസ് ഇറ്റ് ഈസ് ലൈക്ക് ഡാമ്പിങ് ഇഫക്റ്റ് ഓഫ് വിസ്കസ് ഫ്ലൂയിഡ്. അതായത് സാധാരണ വിസ്കസ് ഫ്ലൂയിഡിൽ നമ്മളെന്താണ് ഒരു കേസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഒരു വിസ്കസ് ഫ്ലൂയിഡ് നിറച്ചിട്ട് അതിലൊരു ഷാഫ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡാമ്പ് ചെയ്യാറുണ്ട് അല്ലേ. പെട്ടെന്നുള്ള ഓസിലേഷൻസ് ഈ വിസ്കോസിറ്റി കാരണം ഡാമ്പ് ചെയ്യാറുണ്ട്. സിമിലർലി നമുക്ക് ഈ സെർവോ മോട്ടോഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, നമ്മുടെ സെർവോ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ നമ്മളൊരു ഡ്രാഗ് അപ്പ് സെർവോ മോട്ടർ പോലത്തെ ഡ്രാഗ് അപ്പ് സെർവോ മോട്ടർ നമ്മൾ പഠിച്ചു. അപ്പോൾ ഡ്രാഗ് അപ്പ് സെർവോ ജനറേറ്റർ വെക്കും, അതായത് ഒരു ഡ്രാഗ് കപ്പ് റോട്ടർ വെക്കും, അതിന് ചുറ്റും ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഫീൽഡ് കൊടുക്കും. അപ്പോൾ ആക്ച്വലി ഇറ്റ് ആക്ട് ആസ് എ ജനറേറ്റർ അല്ലേ. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി റൊട്ടേഷണൽ സ്പീഡ് ഈ സെർവോ ജനറേറ്റർ എന്ത് ചെയ്യും, അതിന് EMF പ്രൊഡ്യൂസ് ചെയ്യും. ആ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റൊട്ടേഷനെ ഈ സെർവോ ജനറേറ്റർ ഓപ്പോസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, വിസ്കസ് ഡാമ്പിങ്. അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനേർഷ്യൽ ഡാമ്പിങ്. In this type, a high inertia permanent magnet flywheel is mounted on its
its own bearing on the shaft coupled to the shaft to the drag cup, and the drag cup is positioned in the field of permanent magnet on flywheel. എന്താ പറയുന്നത്? ഒരു ഫ്ലൈ വീൽ ഈസ് മൗണ്ടഡ് ഓൺ ഇറ്റ്സ് ഓൺ ബിയറിംഗ്. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈസായിട്ടുള്ള, അതായത് റേഡിയസ് കൂടുതലുള്ള തിക്കായിട്ടുള്ളൊരു മെറ്റൽ പാർട്ട് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പാർട്ടിനാണ് നമ്മൾ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൺ ബിയറിങ്സ് ഓൺ ദ ഷാഫ്റ്റ് coupled to the shaft through drag cup, and the drag cup is positioned in the field of permanent magnet on the flywheel. When the rotor is excited by the control voltage, the rotor senses an external viscous damper. The direction of the damping torque is always be in direction that opposes the change in rotor speed. The magnitude of this torque will be directly proportional to the relative speed of rotor with respect to flywheel. അതായത് ഒരു ഫ്ലൈ വീൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഫ്ലൈ വീലിൽ എന്താണ്? പൊസിഷൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ് ഓൺ ദ ഫ്ലൈ വീൽ. ഫ്ലൈ വീലിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ഉള്ള പൊസിഷനിൽ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ്സ് വൈ ദർ ഷുഡ് ബി എ ഡാമ്പിങ്. അപ്പോൾ അതിനാണെന്ന് പറയുന്നത് ഇനേഷ്യൽ ഡാമ്പിങ്. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ ചോദിക്കാറില്ല. അപ്പം ഡാംപ്ഡ് എ സി സെർവോ മോട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് എ സി സെർവോ മോട്ടർ എന്താണ്? പൊസിഷൻ കൺട്രോൾ സിസ്റ്റം. പൊസിഷൻ കൺട്രോൾ സിസ്റ്റത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ? പൊസിഷൻ കൺട്രോൾ സിസ്റ്റം. ഇതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. ഒരു കൺട്രോൾ വൈൻഡിങ് ഉണ്ടാവും, റെഫറൻസ് വൈൻഡിങ് ഉണ്ടാവും. കൺട്രോൾ വൈൻഡിങ്ങിലേക്ക് ഇപ്പോൾ ഒരു എ സി ആംപ്ലിഫയർ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള റെഫറൻസ് സിഗ്നൽ സെൻസ് ചെയ്യുന്നതാണിത്, പൊസിഷൻ കൺട്രോൾ അല്ലെ? പൊസിഷൻ കൺട്രോളിന് സെൻസ് ചെയ്തിട്ട് ഒരു ക്ലോസ് ലൂപ്പ് ഓപ്പറേഷൻ വഴി എ സി സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് എ സി പൊസിഷൻ കൺട്രോൾ സിസ്റ്റം. അതുപോലെ തന്നെ അടുത്തതാണ് ഇൻസ്ട്രുമെൻറ്റ് സെർവോസ്, പ്രോസസ് കൺട്രോളേഴ്സ്, റോബോട്ടിക്സ്, സെൽഫ് ബാലൻസിങ് റെക്കോർഡേഴ്സ് ആൻഡ് മെഷീൻ ടൂൾസ്. ഇത്തരം കാര്യങ്ങളിലാണ് എ സി സെർവോ മോട്ടോഴ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് എ സി സെർവോ മോട്ടോർ. എ സി സെർവോ മോട്ടറും ഡി സി സെർവോ മോട്ടറും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ലോ പവർ ഔട്ട്പുട്ട് അബൌട്ട് 0.5 വാട്ട് ടു 100 വാട്ടിലാണ് സാധാരണ എ സി സെർവോ മോട്ടർ യൂസ് ചെയ്യുക. എന്നാൽ ഡി സി ആകുമ്പം ഹൈ പവർ ഔട്ട്പുട്ടിലാണ് യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ ഏതൊരു എക്യുപ്മെൻ്റ് എടുത്തു കഴിഞ്ഞാലും എ സി ഡി സിക്കാണ് കൂടുതൽ പവർ അല്ലേ? ഇപ്പോൾ 5 ആംപിയർ അല്ലെങ്കിൽ 5 വോൾട്ട് ഡി സിയും 5 വോൾട്ട് എ സിയും കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഏതാണ് പവർ കൂടുതൽ? 5 വോൾട്ട് ഡി സി ആണ് അല്ലേ? കാരണം എ സിയുടെ RMS എടുക്കുമ്പം അത് 5 വോൾട്ട് താഴെ വരും അല്ലേ? എഫിഷ്യൻസി ഈസ് അബൌട്ട് 5 to 20%. ഇതിൽ ഡി സി സെർവോ മോട്ടറിൽ ഹൈ എഫിഷ്യൻസിയാണ്. ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ മെയിൻ്റനൻസ് ഈസ് ലെസ്. എ സിയിൽ കമ്മ്യൂട്ടേറ്റേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് മെയിൻ്റനൻസ് കുറവാണ്. ബട്ട് ഡി സിയിൽ ചെറിയ മെയിൻ്റനൻസ് ഉണ്ടാവും. സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് ആർ ലെസ്. സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് കുറവാണ്. ഇതിൽ മോർ പ്രോബ്ലംസ് ഓഫ് സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് കൂടുതലാണ് ഡി സി മോട്ടറിൽ. റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് സ്മൂത്ത് ഓപ്പറേഷൻ. പക്ഷേ ഡി സി കുറച്ച് നോയിസിയാണ്. എ സി ആംപ്ലിഫൈഡ് യൂസ്ഡ് ഹാവ് നോട്ട് ഡ്രിഫ്റ്റ്. ആംപ്ലിഫയേഴ്സ് യൂസ്ഡ് ഹാവ് ഡ്രിഫ്റ്റ്. ഇപ്പോൾ ആംപ്ലിഫയേഴ്സിൻ്റെ ഒരു എ സിയിലും ഡി സിയിലും ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അപ്പോൾ എ സി ആംപ്ലിഫയേഴ്സിൽ ഡ്രിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഡി സിയിലാകുമ്പോൾ ചിലപ്പോൾ യൂസ് ഹാവ് എ ഡ്രിഫ്റ്റ്. അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് എ സി സെർവോ മോട്ടോർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വി ക്യാൻ സ്റ്റാർട്ട് തേർഡ് മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.